സർ, സ്റ്റീഫന്റെ കുറ്റസമ്മതത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്? യെസ്, അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ ഐക്യവർക്കിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ സർ, പക്ഷേ വാട്ട് അബൌട്ട് സ്റ്റീഫൻ? അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നതായിട്ട് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സർ. അതുകൊണ്ട് അവനെ ഏതെങ്കിലും ഒരു രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയത്. സർ, ഇതാര്? സാറന്മാരോ? വരണം വരണം. മിസ്റ്റർ മത്തായി, ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്നായി പറയുന്നേ? എനിക്കിവിടെ നൂറുകൂട്ടം കാര്യമുണ്ട്. ഞാൻ സ്ഥലം വരെ പോകാൻ നിൽക്കുക. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളാം. എവിടെ വെച്ചാ ചോദിക്കേണ്ടെന്ന് നോക്കി ഞങ്ങൾക്കറിയാം. മിസ്റ്റർ മത്തായി ഇപ്പം ഞങ്ങളോട് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ ശരി, ഞാൻ വരാം. പക്ഷെ എനിക്കിവിടെ പല പണിയുള്ളതാ. അവിടെ വെച്ച് താമസിപ്പിക്കരുത്. വരൂ. ഞാനേ എന്റെ കാറിൽ വരാം. വേണ്ട വേണ്ട, ഇതിലോട്ടും കയറിയാൽ മതി. പോലീസ് ജീപ്പിലോ? ഞാൻ എന്റെ കള്ളനോ കൊലപാതകയിലോ ആണോ? ഞാൻ എന്റെ കാറിലേ വരുള്ളൂ. തന്റെ സൗകര്യത്തിന് കാറിലും ഹെലികോപ്റ്ററിലും ഒന്നും എഴുന്നള്ളണ്ട. ഇങ്ങോട്ട് കയറാം. ഞങ്ങളുടെ മുകളിലേക്ക് കൊണ്ട് പറ്റില്ല. മാറി നിൽക്കണം അങ്ങോട്ട്. പറ്റില്ല. ചാക്കോച്ചായന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറുമാർ എന്ത് കാട്ടിയാലും ഇത് കൊള്ളുന്നു എന്റെ നാവിന്ന് വരികയല്ല. പുറത്തു നിൽക്കുന്ന സ്തുതിപാഠകളുടെ ശബ്ദം കേട്ടേ വെറുതെ പുണ്യാളനാകാൻ ശ്രമിക്കല്ലേ മത്തായിച്ച. താനിപ്പോഴേ അകത്താ, അത് ഓർമ്മ വേണം. ഓ ചുമ്മാ പേടിപ്പിക്കാ സാറേ. ജാഥ നയിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചെല്ലും ചെലവിനും കൊടുത്ത് കൊണ്ടുവന്നവരല്ല ആ പുറത്ത് നിൽക്കുന്നവര്. മത്തായിയുടെ നന്മയുടെ പ്രതിഫലനമാണ്. നന്മയും തിന്മയും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായനെ. അതുകൊണ്ട് അതുകളാ, ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ അറിയേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മിസ്റ്റർ മത്തായി ഒന്ന് ക്ലിയർ ചെയ്യണം. മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി വില കൂട്ടി ചോദിച്ചതിനാൽ വാങ്ങിയില്ലെന്ന് താൻ പറയുന്നു. സത്യവാ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ പറഞ്ഞ സത്യം തന്നെ. പക്ഷേ ആ വസ്തു വാങ്ങിയിരിക്കുന്ന മറ്റാരുമല്ല, തന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ ഐക്യവർക്കിയാണ്. അയാൾക്കാണെങ്കിൽ അത്രയും പണം മുടക്കി ആ വസ്തു വാങ്ങാനുള്ള സാമ്പത്തികമില്ല. പിന്നെ അയാൾക്ക് ആ പണം എങ്ങനെ കിട്ടി മിസ്റ്റർ മത്തായി? തനിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അറിയാവുന്ന സത്യം മുഴുവൻ ഞങ്ങളോട് പറയുന്നതാ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ, പോലീസുകാർക്ക് വേറൊരു രീതിയുണ്ട്. എന്റെ പൊന്ന് സാറുമാരെ, നിങ്ങളുടെ മനസ്സിലുള്ള പോലെ പറയാൻ ഞാൻ മൂന്നാം കട കള്ളസാക്ഷിക്കാരനാണോ? നൗഷാദ്, നമസ്കാരം. എത്തിയോ? ഇരിക്കേ. കൃത്യസമയത്ത് തന്നെ വരുന്ന ആളാണല്ലോ. ഇന്നെന്ത് പറ്റി? എന്റെ കൃത്യതയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. വരുന്ന വഴിക്ക് ആ കാർ ഒരു കല്ലിലിടിച്ച് അരമണിക്കൂറാ പോയി. അതെയോ? ഇറങ്ങി നോക്കിയപ്പോഴാ താൻ പണ്ട് മന്ത്രിയായിരുന്നപ്പോ പാലം പണിയാൻ കൊണ്ടിട്ട കല്ല. ഒന്നുകിൽ താൻ അവിടെ എന്തെങ്കിലും പണിത് വെയ്, ഇല്ലേ ആ കല്ലൊന്ന് എടുത്ത് മാറ്റ്. വെറുതെ അപകടം വരുത്തി വെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കണ്ട. രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് തന്നെയല്ലേ? മുഖ്യമന്ത്രി ആയ ശേഷം തനിക്ക് അല്പ ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേടോ. കുടിക്കാൻ ചായയോ കാപ്പിയോ? എടോ, 6 മണി കൊലക്കേസ് എന്ന് പറഞ്ഞ തന്റെ IPS ഓഫീസർ എന്ത് വിവരങ്ങളായി കാണിക്കുന്നത്? ദേവദാസ് എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നത്? എന്റെയും തന്റെയും പിറകുള്ള ജനമെന്ന് പറയുന്നത് പാവപ്പെട്ടവരും പട്ടിണി പാവങ്ങളുമാണ്. പക്ഷെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് സമുദായ പ്രമാണിമാരും കരപ്രമാണിമാരുമാണ്. വെറുതെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരും പറഞ്ഞ് അവരെ തോണ്ടാൻ നടക്കണ്ട. പിന്നെ അവരാരും വെറുതെ ഇരിക്കുമെന്നും കരുതണ്ട. അവിടുത്തെ ഒരു കരപ്രമാണി ഇടമറ്റം മത്തായിച്ചനെയാ തന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് പൊക്കിയിരിക്കുന്നത്. ഓ, അതാണോ കാര്യം? ദേവദാസിനെ എനിക്ക് തികഞ്ഞ വിശ്വാസമാണ്. അയാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. ഓഹോ, നമ്മുടെ നാടിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാ സഖാവേ. തലമുതിർന്ന ഏതെങ്കിലും നേതാവിന്റെ ഒരു ഫോൺ കോൾ മതി ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ നിന്ന് ചാടിക്കാൻ. പ്ലീസ്, താനായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ധൃതി വെക്കാതെടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അയാളെ അങ്ങ് പറഞ്ഞു വിട്ടേര്. അല്ല സാർ, ഇത്ര പെട്ടെന്ന്? മുകളിൽ നിന്നുള്ള ഓർഡർ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മത്തായി നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവമാണ്.
കസ്റ്റഡിയിൽ വെച്ച സുനാമി വരും അത്രേ. അന്നേ ഞാൻ സി എമ്മിനോട് പറഞ്ഞതാ ഇവന്മാരൊക്കെ കൈയെടുത്തുവന്ന്. ഏതായാലും താനയാളെ വിട്ടര്. ഓക്കെ സർ. അതെ സർ. ഇപ്പൊ വിട്ടാ അനുയായികളുടെ ആവേശം കൂടും. രാത്രി വിട്ടാ മതി. സർ. പോലീസ് കൊന്നു കൊണ്ടിട്ടതാവും. ഇന്നലെ രാവിലെ മത്തായി മുതലാളിയെ കസ്റ്റഡിയിലെടുത്തത്. ഇത് ഉരുട്ടിക്കൊല തന്നെ. എന്ത് നിയമം വന്നാലും ഇവന്മാർ ഉരുട്ടലൊന്നും നിർത്താൻ പോണില്ല. എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു. ആര് സങ്കടം പറഞ്ഞാലും മത്തായി സാറ് സഹായിക്കാതിരിക്കില്ല. നമ്മള് മത്തായ കസ്റ്റഡിയിൽ എടുത്തെറിഞ്ഞ് അയാളുടെ ശത്രുക്കൾ ആരും ചെയ്താണ് സാറേ കൊലപാതകം. ഇന്നലെ 11 മണിക്ക് ശേഷം സാറ് തന്നെയല്ലേ അയാളെ പറഞ്ഞു വിട്ടത്. അപ്പൊ അതിനുശേഷമായിരിക്കണം കൊല നടന്നിട്ടുള്ളത്. എനിക്ക് അയാളുടെ ബോഡി ഒന്ന് കാണണം. വേണ്ട സാർ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ആളുകൾ വയലന്റ് ആയിരിക്കുക. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലേ? സത്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയൂ സാർ. ജനങ്ങളത് വിശ്വസിക്കണമെന്നില്ല. അവരുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചൊരു ചിത്രം ഇപ്പൊ അതാണ് സാർ. ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങളിൽ നിന്ന് പ്രകോപനപരമായ എന്തെങ്കിലും ഉണ്ടായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് സമാനം പറയേണ്ടി വരും. പ്ലീസ്. എന്തൊക്കെയാണോ തന്റെ പോലീസിനെ പറ്റി ആളുകൾ പറയുന്നത്? ലോക്കപ്പ് എന്ന ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കാൻ അന്നേ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പോക്കത്ര ശരിയല്ലെന്ന്. ഇപ്പൊ തന്നെ എന്താ നടന്നത്? പൊതുക്കാര്യ പ്രസക്തനായ ഇടമറ്റം മത്തായിയെ ലോക്കപ്പിലിട്ട് പോലീസ് അടിച്ച് മർദ്ദിച്ച് കൊന്നിരിക്കുന്നു. ഞാനിപ്പോ അദ്ദേഹത്തിന് ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് വരികയാ. അവിടെ ജനങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? സമൂഹത്തിൽ നിലയും വിലയുള്ളവന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തിൽ ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താ? മത്തായിയുടെ മരണം ലോക്കപ്പ് പ്രവർത്തനം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ ഊഹാപോഹങ്ങൾ കേട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് കഴിയില്ലടോ. അത് കൊള്ളാം. താൻ അങ്ങനെയേ പറയൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. ഇതിനു മുമ്പ് ആരോട് വിധേയനായ ദേവദാസ് അടിയോടിയെ താനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദേവദാസിനെ എനിക്ക് നന്നായി അറിയാം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് തുറന്നു പറയാതിരിക്കില്ല. ഹീ സിൻസിയർ. ആഹാ, കൊള്ളാം. ഇങ്ങനെയുള്ള നല്ല തെറ്റായ സമീപനമാണ് പോലീസിനെ ഇത്ര വഷളാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കണക്കാക്കിക്കോ. സത്യം എനിക്കും തനിക്കും ജനങ്ങൾക്കും അറിയില്ല. നമ്മൾ രണ്ടുപേരും അറിയണമെന്ന് വെച്ചാലും മൂന്നാമത് പറഞ്ഞില്ലേ ജനങ്ങൾ, അവര് സമ്മതിക്കൂല. അവരിളകിയാലുണ്ടല്ലോ തന്റെ ഈ കസേര കാണൂല. ആ പത്രം ഇങ്ങോട്ട് തന്നെടോ. ഇതൊന്നും വായിക്കാൻ ഇപ്പൊ സമയം കിട്ടാറില്ല. ഓട്ടത്തോട് ഓട്ടം തന്നെയല്ലേ. മാതൃകാ ഫൈനാൻസ് ഉടമ ഇടമറ്റം മത്തായി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ഈ സാറിനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണല്ലോ. എവിടെ വെച്ച്? എന്റെ വണ്ടിയിൽ ഇന്നലെ വീട്ടിൽ കൊണ്ട് വിട്ടത്. ഇയാളെങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി? വലിയ വലിയ ആൾക്കാരല്ലേ, വല്ല കള്ളക്കെടുത്തോ മയക്കുമരുന്ന് ഇടപാടൊക്കെ കാണും. പോലീസ് പിടിച്ചെങ്കിൽ ശരിക്ക് പെരുമാറിയപ്പോൾ ആളങ്ങ് പടിയായി. അല്ലേലും പോലീസിന് ഇപ്പൊ ഇതൊക്കെ തന്നെയാ പണി.